Good morning. I'm Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIMS Nagpur. In നമ്മൾ NCERT Chapter 11 Photosynthesis in Higher Plants NCERT HMR questions സോൾവ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് ചാപ്റ്ററിന്റെ ഒരു ജസ്റ്റ് ഒരു സിനോപ്സിസ് ഞാനൊരു 5 മിനിറ്റിൽ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താണ് ഫോട്ടോസിന്തസിസ്, ഒരു റിയാക്ഷൻ ആയിരുന്നു. ആ റിയാക്ഷന് ഫിസിക്കൽ പാർട്ട് ഉണ്ട്, കെമിക്കൽ പാർട്ട് ഉണ്ട്. ഫിസിക്കൽ പാർട്ടിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് വരുന്നു, കെമിക്കൽ പാർട്ടിൽ കെമിക്കൽ റിയാക്ഷൻസ് വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു അതൊരു ആനബോളിക് പ്രോസസ് ആണ്. കാരണം എന്താ, കാർബൺ കാർബൺ ബോണ്ടിന്റെ ഫോർമേഷൻ സിന്തസിസ് നടക്കുന്നത് കൊണ്ട് ആനബോളിക് പ്രോസസ് എന്ന് വിളിച്ചു. അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ടെന്ന് പഠിച്ചു. ഇനി മെയിൻ റിയാക്ഷൻ CO2 വാട്ടറും ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? C6H12O6ഉം 6 ഓക്സിജനും വാട്ടറും എനർജിയും റിലീസ്ഡ് ആയി എന്ന് കണ്ടു. പിന്നെ നമ്മൾ പ്ലാന്റ് ഫോട്ടോസിന്തസിസും ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസും തമ്മിലെ ഡിഫറൻസ് കണ്ടു. എന്താണ് ഓക്സിജനിക് ഫോട്ടോസിന്തസിസ്? അത് ഗ്രീൻ പ്ലാന്റ്സിലും ബ്ലൂ ഗ്രീൻ ആൽഗയിലും ആണ് നടക്കുന്നത് കണ്ടു. ഇനി മെയിൻലി റോ മെറ്റീരിയൽസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയണം എന്തൊക്കെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം, ലൈറ്റ്, ക്ലോറോഫിൽ. ഇത്രയും സാധനങ്ങളാണ് എന്ത് റോ മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ക്ലോറോഫിൽ അല്ല, ഫോട്ടോസിന്തസിസില് പ്രോസസ്സ് നടക്കണമെങ്കിൽ ഓരോ റോ മെറ്റീരിയൽസും ഉണ്ട്. ഈ ഓരോ റോ മെറ്റീരിയൽസിന്റെയും എസെൻഷ്യാലിറ്റി എത്രത്തോളാണ്, എന്താണ് ആ ഓരോ റോ മെറ്റീരിയൽസ് നമ്മൾ റിമൂവ് ചെയ്താൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എസെൻഷ്യാലിറ്റി പ്രൂവ് ചെയ്യാൻ മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ് കണ്ടു. ക്ലോറോഫിലിന്റെ എസെൻഷ്യാലിറ്റി പ്രൂവ് ചെയ്യാൻ നമ്മൾ വെരിഗേറ്റഡ് ലീഫ് എടുത്ത് ഡീസ്റ്റാർച്ച് ചെയ്ത് നമ്മൾ ലൈറ്റിന്റെ പ്രസൻസിൽ വെച്ചു കൊടുത്തപ്പോൾ അയഡിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ബ്ലൂ ബ്ലാക്ക് നെഗറ്റീവ് ആയിട്ട് കിട്ടി. അങ്ങനെ നമ്മൾ എസെൻഷ്യാലിറ്റി ഓഫ് ക്ലോറോഫിൽ പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ് എസെൻഷ്യാലിറ്റി ഓഫ് സൺലൈറ്റ് പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ജോസഫ് പ്രീസ്ലിന്റെ ഒരു എക്സ്പെരിമെന്റ് കണ്ടിരുന്നു. എന്തിന്? ടു പ്രൂവ് എന്ത് പ്ലാന്റ് കൻ പ്യൂരിഫൈ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റും ഫൗൾ എയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കണ്ടന്റ് കുറവുള്ള എയർ ബൈ ആഡിങ് ഓക്സിജൻ ടു ഇറ്റ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ ജോസഫ് പ്രീസ്ലിന്റെ എക്സ്പെരിമെന്റ് കണ്ടു. ഇത് കഴിഞ്ഞ് ജാൻ ഇന്ത്യൻ ഹൗസ് ഇൻ 1779 എന്ത് പ്രൂവ് ചെയ്തു? അതായത് പ്രസൻസ് ഓഫ് സൺലൈറ്റിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, പ്ലാന്റ് ഓക്സിജൻ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ സൺലൈറ്റ് എസെൻഷ്യൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇത് കഴിഞ്ഞ് ജൂലിയസ് വോൺ സാക്സ് എന്താണ് പ്രൂവ് ചെയ്തത്? ഞാൻ പറഞ്ഞു സാക്രൈഡ് വെച്ച് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം, ഗ്ലൂക്കോസ് എങ്ങനെയാണ് സ്റ്റോർ ആയിട്ടുള്ളത്, ആ സ്റ്റാർച്ച് ആണെന്ന് നമ്മൾ കണ്ടു. ഇത് കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്താണ്? TW എംഗൽമാന്റെ ആക്ഷൻ സ്പെക്ട്രം എങ്ങനെയാന്ന് കണ്ടു. അതിൽ അയാൾ ഉപയോഗിച്ച മെറ്റീരിയൽസ് ക്ലാഡോഫോറ, എയറോബിക് ബാക്ടീരിയ, ഇതൊക്കെയാണ് നമ്മൾ കണ്ടു. പിന്നെ റിയാക്ഷൻ സെന്റർ എങ്ങനെയാണ് ഇരിക്കുന്നത്? അവിടെ റിയാക്ഷൻ സെന്ററിൽ ഏതാണ്? ക്ലോറോഫിൽ എന്റെ ഒരു മോളിക്യൂൾ ആണ്, സറൗണ്ടഡ് ബൈ ആന്റിന. ഈ ആന്റിനയിലാണ് ബാക്കിയുള്ള ആക്സസറി പിഗ്മെന്റ്സ് ഉള്ളതെന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ലൈറ്റ് റിയാക്ഷൻ ആണ്. ലൈറ്റ് റിയാക്ഷനിൽ ഈ ഓരോ ട്രാൻസ്പോർട്ടും എവിടെ നിന്ന് എങ്ങോട്ടാണ് നടക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ? ആൻഡ് ലൈറ്റ് റിയാക്ഷനിൽ അസിമിലേറ്ററി പവർ ആണ് സിന്തസൈസ്ഡ് എന്നും നമ്മൾ കണ്ടിരുന്നു. ഇത് ഒരു പോസിബിൾ MCQ ആണ്. അങ്ങനെ നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ Z സ്കീം എന്നാണ് അതിന് നമ്മൾ കണ്ടത്. റോബർട്ട് ഹില്ലാണ് അത് തന്നത്. അവിടെ PS2 ആദ്യം എക്സൈറ്റഡ് ആവുന്നു ആൻഡ് അപ്ഹിൽ ട്രാൻസ്പോർട്ട് ടു ഫസ്റ്റ് അക്സെപ്റ്റർ. ഇതിലാരാണ്? ഫിയോഫൈറ്റിൻ. പിന്നെ ഫിയോഫൈറ്റിൻ പ്ലാസ്റ്റോക്വിനോണിലേക്ക് പോകുന്നു. പിന്നെ സൈറ്റോക്രോം B6F പോകുന്നു, പ്ലാസ്റ്റോസൈനിലേക്ക് പോകുന്നു. ഫൈനലി PS1 വരുന്നു. അവിടെ പിന്നെയും ഇലക്ട്രോൺ എക്സൈറ്റ്മെന്റ് നടന്ന് ഇങ്ങോട്ട് പോയി FES പോയി, പിന്നെ FNR പോയി, NAD+ പോയി, ആൻഡ് ഫൈനലി NADP+ അത് അക്സെപ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു? NADP+ ആ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്ത് NADPHഉം H+ ആയി. ഇത്രയും സാധനങ്ങൾ എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിലാണ് നടക്കുന്നതെന്നും കണ്ടു. നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ എൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടി? 3 ATP, 2 NADPH, 2 വാട്ടർ, 1 ഓക്സിജൻ ഇവോൾവ് ആവുന്നുണ്ട്, 4 H+ അയൺസും റിലീസ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കണ്ടു, അല്ലെങ്കിൽ സൈക്ലിക്
ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ കണ്ടു. അതെങ്ങനെയാണ് നടക്കുന്നത്? PS1 ആണ് അത് നടക്കുന്നത്. അവിടെ എക്സൈറ്റ്മെന്റ് നടക്കുന്നു ഓഫ് ഇലക്ട്രോൺസ്. അത് ഡയറക്ട്ലി എങ്ങോട്ടേക്കാണ് പാസ് ഓൺ ചെയ്യുന്നത്? FESലേക്കാണ്. അത് കഴിഞ്ഞ് പ്ലാസ്റ്റോക്വിനോണിന് കൊടുക്കുന്നു, സൈറ്റോക്രോം B6Fൽ കൊടുക്കുന്നു, പ്ലാസ്റ്റോസൈനിൽ കൊടുക്കുന്നു. ആൻഡ് സൈക്ലിക് ആയതുകൊണ്ട് സൈക്കിൾ ആയിട്ട് തിരിച്ച് PS1ലേക്ക് തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് നോൺ സൈക്ലിക് പോലെ PS2ന് PS1ലേക്ക് അല്ല പോകുന്നത്. ഇത് PS1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് PS1ലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സൈക്ലിക്കും നോൺ സൈക്ലിക്കും ETSന്റെ ഡിഫറൻസസ് കണ്ടിരുന്നു. അപ്പോൾ ഇത്രയും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. MCQലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് മെറ്റൽ അയൺ ഇസ് എ കോൺസ്റ്റിറ്റ്വന്റ് ഓഫ് ക്ലോറോഫിൽ. നമുക്കറിയാം ക്ലോറോഫിൽ ആണ് നമ്മുടെ മെയിൻ പിഗ്മെന്റ് ഇൻ പ്ലാന്റ്സ്. എന്ത് നടത്താൻ? ഫോട്ടോസിന്തസിസ് നടത്താൻ. അതില് ക്ലോറോഫിലിന്റെ സ്ട്രക്ചറിൽ ഏത് മെറ്റൽ അയൺ ആണ് കോൺസ്റ്റിറ്റ്വന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് എന്താ? അയൺ, ഓപ്ഷൻ ബി കോപ്പർ, മാഗ്നീഷ്യം ആൻഡ് സിങ്ക്. അപ്പൊ നമ്മൾ ഓൾറെഡി ഫോട്ടോസിന്തസിസ് നല്ലോണം പഠിച്ചിട്ട് നമുക്കറിയാം ഏത് കോൺസ്റ്റിറ്റ്വന്റ് ആണ് ക്ലോറോഫിലിന്റെ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നത്. അത് മാഗ്നീഷ്യം ആണ്. അപ്പോ ക്ലോറോഫിലിന്റെ സ്ട്രക്ചറിന്റെ ഏറ്റവും സെന്റർ മോസ്റ്റ് ആയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്ന മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് മാഗ്നീഷ്യം ആണ്. നമുക്കറിയാം ക്ലോറോഫിൽസ് എന്താണ്? ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആണ്. അതായത് ഗ്രീൻ കളേർഡ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആണ് ക്ലോറോഫിൽ. ആൻഡ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോറോഫിലും അറിയാം. ABCDE എന്ന് പറഞ്ഞ് വേരിയസ് പ്ലാന്റ്സിൽ ഉള്ള ക്ലോറോഫിലിന്റെ ടൈപ്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി ഈ ABCDE എന്ന് പറയുന്ന ക്ലോറോഫില് ഇതിൽ നമുക്കറിയാം ക്ലോറോഫിൽ A and B ആണ് എവിടെ കാണുന്നത്? ഹയർ പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോറോഫിൽ ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ക്ലോറോഫിലിന്റെയും മോളിക്കുലർ ഫോർമുല നമുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. എന്ത്? ഫസ്റ്റ് നമുക്ക് ക്ലോറോഫിൽ എന്റെ എടുത്ത് നോക്കിയാൽ അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C55H72O5N4Mg. അപ്പോൾ ഇതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല. ഇനി ക്ലോറോഫിൽ ബിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C55. ഇവിടെയാണ് ഡിഫറൻസ്. H72 അല്ല, H70 ആണ്. ഇത് കഴിഞ്ഞ് എന്ത് വരും? O6 ആണ്. O5ന് ഇൻസ്റ്റെഡ് നമുക്ക് എന്ത് കണ്ടു? O6 കണ്ടു. ബാക്കിയുള്ളത് സെയിം തന്നെ, N4Mg. അപ്പോ ഏത് പോയിന്റാണ് ഡിഫറൻസ് നമ്മൾ കണ്ടു. എവിടെയൊക്കെയാണ്? H രണ്ടെണ്ണം കുറഞ്ഞു, ഓക്സിജൻ ഒരെണ്ണം കൂടുമ്പോൾ എന്തായി? ക്ലോറോഫിൽ ബിന്റെ മോളിക്കുലർ ഫോർമുല ആയി. ഇനി ക്ലോറോഫിൽ സിന്റെയും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ക്ലോറോഫിൽ സിന്റെ എന്ന് പറയുന്നത് സിയിൽ തന്നെ ഡിഫറൻസ് വന്നു, C54 ആയി. അത് കഴിഞ്ഞ് എങ്ങനെയാ? നമ്മുടെ ക്ലോറോഫിൽ ബി പോലെ തന്നെ H70 ആണ് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള എന്താ? O6N4Mg. അപ്പോ ക്ലോറോഫിൽ എന്ന് ബിയിലേക്ക് വരുമ്പോൾ, ബിന്ന് സിയിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ഇനി ഈ മോളിക്കുലർ ഫോർമുല നോക്കിയാൽ നമുക്കറിയാം ഇതില് ഏത് എലമെന്റ് ആണ് സെൻട്രൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ 3 എണ്ണത്തിലും ഒരൊറ്റ മാഗ്നീഷ്യം മാത്രമേ ഉള്ളൂ. ആൻഡ് അത് ഇതിന്റെ ഏറ്റവും സെന്ററിൽ, പിഗ്മെന്റിന്റെ ഏറ്റവും സെന്ററിൽ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നതാണ്. ബാക്കിയുള്ള ക്ലോറോഫിൽസ് ഒക്കെ നമുക്കറിയാം റെയർ ആയിട്ടാണ് കാണുക. ആൻഡ് ഈ 3 എണ്ണം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇത് അറിയുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ക്ലോറോഫിലിന്റെ ഏത് പിഗ്മെന്റ് ആണ് ഏത് എലമെന്റ് ആണ് കാണാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും 3 എണ്ണത്തിലുള്ളത് മാഗ്നീഷ്യം ആണെന്ന് പറയാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് പറയുന്നത്? അയൺ തന്നിട്ടുണ്ട്, കോപ്പർ തന്നിട്ടുണ്ട്, സിങ്ക് തന്നിട്ടുണ്ട്. ആൻസർ മാഗ്നീഷ്യം ആണ് ഇപ്പം നമുക്കറിയാം. ഇനി അയൺ എവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? നമുക്കറിയാം എന്ത്? ഹീമോഗ്ലോബിൻ, പിന്നെ അയൺ, സൾഫർ പ്രോട്ടീൻ. ഞാനിപ്പോ സൈക്ലിക്കും നോൺ സൈക്ലിക്കും പറഞ്ഞപ്പോൾ അതിൽ FES പ്രോട്ടീൻസ് ഉണ്ടായിരുന്നു. അത്തരം പ്രോട്ടീൻസിലും നമുക്ക് അയൺ ആസ് എ മെറ്റൽ ആക്റ്റീവ് സൈറ്റിൽ കാണാൻ പറ്റും. ഇനി ഇതിൽ ഇലക്ട്രോൺ കാരിയർ ആയിട്ട് നമുക്ക് അയൺ കാണാൻ പറ്റും. അപ്പോ അയൺ മെറ്റൽ ഏതിന്റെ ആണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? ഹീമോഗ്ലോബിന്റെ സെന്റർ മോസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ അയൺ, സൾഫർ പ്രോട്ടീൻസ്, അതിലും നമുക്ക് അയണിന്റെ പ്രസൻസ് കാണാം. ഇനി കോപ്പർ എവിടെയാണ് നമ്മൾ പഠിച്ചത്? നമുക്കറിയാം സൈറ്റോക്രോം എന്ന് പറയുന്ന പ്രോട്ടീന്റെ ഉള്ളില് നമുക്ക് കോപ്പറിന്റെ അയൺ ആണ് കാണാൻ പറ്റുക. ആൻഡ് ഈ സൈറ്റോക്രോം നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പഠിച്ചപ്പോൾ, റെസ്പിറേഷനിലും എല്ലായിടത്തും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ സൈറ്റോക്രോം എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ഈ പ്രോട്ടീന്റെ
ഉള്ളില് ഇലക്ട്രോൺ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് കോപ്പറിന്റെ അയൺ. പിന്നെ മാഗ്നീഷ്യം നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഓക്യുപ്പൈസ് ദി സെന്റർ ഓഫ് ക്ലോറോഫിൽ മോളിക്യൂൾ ആസ് Mg2+ അയൺ. ഇനി ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ നമ്മൾ ഓൾറെഡി മോളിക്കുലർ ഫോർമുല ഡിസ്കസ് ചെയ്താണ്. ഇനി സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ മാഗ്നീഷ്യം അയൺ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഏറ്റവും സെന്ററിൽ. പിന്നെ നമ്മൾ N4Mg എന്നാണ് പഠിച്ചത്. ആ എന്നിനോടാണ് ഈ ഒരു മാഗ്നീഷ്യം 4 സൈഡ്സിലേക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള അറ്റാച്ച്മെന്റ്സ് നമുക്ക് കാണാം. മാഗ്നീഷ്യം ആറ്റം എന്ന് പറയുന്നത് കാണുന്നത് ക്ലോറോഫിലിന്റെ സ്ട്രക്ചറിനെ സെന്റർ മോസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നതായിട്ടാണ്. ഇനി സിങ്ക് ഏത് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന കുറെ എൻസൈംസിന്റെ ആക്റ്റീവ് സൈറ്റിൽ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. സിങ്ക് ഇസ് എൻ ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ മെനി എൻസൈംസ്. പറഞ്ഞ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് പഠിച്ചിരുന്നു. അങ്ങനെ ഓക്സിന്റെ സിന്തസിസിന് സിങ്ക് വേണമെന്ന് പഠിച്ചിരുന്നു. അങ്ങനെ കുറെ വേറെ എക്സാമ്പിളും യൂട്ടിലിറ്റിയും സിങ്കിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്ലോറോഫിലിന്റെ സ്ട്രക്ചറും മോളിക്കുലർ ഫോമിൽ അറിയുന്ന ഒരാൾക്ക് മാഗ്നീഷ്യം ആണ് ആൻസർ എന്ന് അറിയാം. ആൻഡ് അയൺ, കോപ്പർ, സിങ്ക്, ബാക്കിയുള്ള ഓപ്ഷൻസ് എവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് കാണുക, ആൻഡ് അതിന്റെ യൂസസ് എന്തൊക്കെയാണ്, ഏതിന്റെയൊക്കെ ആക്റ്റീവ് സൈറ്റ്സിലാണ് കാണാൻ പറ്റുക നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് പിഗ്മെന്റ് ആക്ട്സ് ഡയറക്ട്ലി ടു കൺവേർട്ട് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി? നമുക്കറിയാം പ്ലാന്റ്സിന്റെ ലീഫിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് എനർജീനെ നമ്മൾ കെമിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി അതല്ല പ്രോസസ്. സ്റ്റിൽ അതിൽ ഫിസിക്കോ കെമിക്കൽ പാർട്ടിൽ നമ്മൾ ഓൾറെഡി വന്നു. ഇതിൽ കെമിക്കോ പാർട്ടിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഇതൊക്കെയാണ്. ഈ ലൈറ്റ് എനർജി വരുന്നതിന് ഇങ്ങനെ കെമിക്കൽ എനർജി ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഓപ്ഷൻസ് തന്നിരിക്കുന്നത്, ഇതിൽ കൺവേർട്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചതിന് ഓപ്ഷൻ തന്നിരിക്കുന്നത് ക്ലോറോഫിൽ A തന്നിട്ടുണ്ട്, ക്ലോറോഫിൽ B തന്നിട്ടുണ്ട്, സാന്തോഫിൽ തന്നിട്ടുണ്ട്, ആൻഡ് കാരോട്ടിനോയിഡ് തന്നിട്ടുണ്ട്. അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കറിയാം ഏതാണുള്ളത്? ക്ലോറോഫിൽ. ക്ലോറോഫിൽ തന്നെ വേരിയസ് ടൈപ്സ് ABCDE എന്നും പറഞ്ഞു. ഇതില് യൂണിവേഴ്സൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കുന്ന ഏതാണ്? യൂണിവേഴ്സൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. അതായത് ഈ ടേമിന്റെ മീനിങ് തന്നെ എന്താണ്? യൂണിവേഴ്സൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന എല്ലാ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സിലും ഈ പിഗ്മെന്റ് പ്രസന്റ് ആയിരിക്കണം. അതാണ് ഈ യൂണിവേഴ്സൽ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൗണ്ട് അല്ലെങ്കിൽ പ്രസന്റ് ഇൻ ഓൾ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ്. ഇനി നമുക്കറിയാം ബാക്ടീരിയ ഇത്രയും മോഡിഫൈഡ് അല്ല, ഇത്രയും അഡ്വാൻസ്മെന്റ് വന്നിട്ടില്ല. അപ്പൊ പിഗ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാക്ടീരിയയിൽ ഇല്ല. അപ്പൊ നമുക്ക് എക്സെപ്ഷൻ എഴുതാൻ പറ്റും. എക്സെപ്റ്റ് ബാക്ടീരിയ. യൂണിവേഴ്സൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഏത് ക്ലോറോഫിനെയാണ് എക്സാക്ട്ലി എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഇസ് ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എ ആണ് എല്ലാ പ്ലാന്റ്സിലും, എല്ലാ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സിലും ഉള്ളത് എക്സെപ്റ്റ് ബാക്ടീരിയ. അതുകൊണ്ട് നമ്മൾ അതിനെ യൂണിവേഴ്സൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് വിളിച്ചു. എല്ലാ ക്ലോറോഫിലിന്റെ ടൈപ്സിനെയും നമ്മൾ യൂണിവേഴ്സൽ എന്ന് വിളിക്കുന്നില്ല. കാരണം നമുക്കറിയാം നമ്മൾ ആൽഗേന്റെ ടൈപ്സ് ഒക്കെ പഠിച്ചപ്പോൾ പലതിലും പലത് പ്രസന്റ് ആയിരുന്നു, പലത് ആബ്സെന്റ് ആയിരുന്നു. പക്ഷെ എ എന്ന് പറയുന്നത് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ ക്ലോറോഫിൽ എ മനസ്സിലേക്ക് വരണം. ആൻഡ് ഇത് എന്താണ് ചെയ്യുന്നത്? ബീങ് എ പ്രൈമറി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. ഇനി പ്രൈമറി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ്. എല്ലാ പ്രൈമറി റിയാക്ഷൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്, അതായത് റിയാക്ഷൻ സെന്റർ എടുത്തു നോക്കിയാൽ നമുക്ക് ആരെയാണ് നടുക്ക് കാണാൻ പറ്റുന്നത്? ക്ലോറോഫിൽ എ. ഇനി ഈ റിയാക്ഷൻ സെന്ററിലാണ് മോസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ്, അതായത് കൺവേർഷൻ ഓഫ് ലൈറ്റ് ഇൻടു കെമിക്കൽ എനർജി ഒക്കെ നടക്കുന്നത്. അപ്പോ പ്രൈമറി റിയാക്ഷൻ പ്രൈമറി റിയാക്ഷൻസ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രൈമറി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് നമ്മൾ ക്ലോറോഫിൽ എനെ വിളിക്കുന്നത്. ആൻഡ് അത് ഈ പ്രൈമറി റിയാക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺവേർഷൻ ഓഫ് ലൈറ്റ് ഇൻടു കെമിക്കൽ എനർജി.
ഇനി ഇത്രയും ക്ലോറോഫിൽ എനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ബേസിക് സാധനങ്ങളാണ്. ഇനി ഓപ്ഷനിൽ തന്നിട്ടുണ്ട് എന്തൊക്കെ? ക്ലോറോഫിൽ ബി തന്നിട്ടുണ്ട്, സാന്തോഫിൽ തന്നിട്ടുണ്ട്, കെരോട്ടിനോയിഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഓപ്ഷൻസ്, ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ നമുക്ക് മനസ്സിലാവും. ഇവരൊക്കെ എന്താണ്? ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതാണ്. കാരണം എന്താ? നമുക്കറിയാം ആക്സസറി പിഗ്മെന്റ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് അവര് വന്ന് പതിക്കുന്ന ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് അവർ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമുക്കറിയാം പല 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 വേവ് ലെങ്തിലെ ലൈറ്റ് ആണ് ഫോൾ ചെയ്യുന്നത് ഓൺ ദി പ്ലാന്റ്. ഇനി ഈ ഫോൾ ചെയ്യുന്ന ലൈറ്റില് ഡിഫറെന്റ് വേവ് ലെങ്ത് ഉണ്ടാവും. ആൻഡ് ഈ ഡിഫറെന്റ് വേവ് ലെങ്തിലെ ലൈറ്റ് എനർജി ഒക്കെ അവർ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ലൈറ്റ് അബ്സോർപ്ഷൻ നമുക്കറിയാം ഓരോ പിഗ്മെന്റിന് ഓരോ മെഷറിലുള്ള ലൈറ്റ് എനർജി അല്ലെങ്കിൽ വേവ് ലെങ്തിലുള്ള ലൈറ്റ് എനർജിയാണ് അബ്സോർബ് ചെയ്യാൻ പറ്റുക. പക്ഷെ റിയാക്ഷൻ സെന്ററിന്റെ അറൌണ്ട് ഈ ആക്സസറി പിഗ്മെന്റ്സിലുണ്ട് നമുക്ക് ഓരോ ഡിഫറെന്റ് പിഗ്മെന്റ്സും ഓരോ രീതിയിലുള്ള വേവ് ലെങ്ത് ആണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോ ഒരുപാട് പിഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? ബ്രോഡനിങ്, അവരുടെ മെയിൻ ഫംഗ്ഷൻ ആണ് ബ്രോഡനിങ് ദി സ്പെക്ട്രം ഓഫ് ലൈറ്റ് അബ്സോർപ്ഷൻ. എന്ന് വെച്ചാൽ വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ പല പല റേഞ്ച് എല്ലാം അബ്സോർബ് ചെയ്ത് അവര് എങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യും? ഫൈനലി ക്ലോറോഫിൽ എയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. നമുക്കറിയാം ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്സ് ഒക്കെയാണ് ഈ ഹാൻഡിങ് ഓവർ ഓഫ് എനർജിന്റെ കാരണം. അപ്പോ ബ്രോഡനിങ് സ്പെക്ട്രം ഓഫ് ലൈറ്റ് അബ്സോർപ്ഷൻ. എങ്ങനെ? as they absorb light energy of wide range അല്ലെങ്കിൽ various അല്ലെങ്കിൽ different wavelengths. ഇനി ഇത് അബ്സോർബ് ചെയ്തു. ഇനി അവരെന്ത് ചെയ്യുന്നു? they hand over the energy to chlorophyll A. അപ്പൊ ഫൈനലി ഈ അബ്സോർബ് ചെയ്യുന്ന എനർജി വേരിയസ് വേവ് ലെങ്തിന് അബ്സോർബ് ചെയ്തു. ഫൈനലി എല്ലാരും ഇത് ആർക്ക് കൊടുക്കും? ക്ലോറോഫിൽ എക്ക് കൊടുക്കും. കാരണം എന്താ? ക്ലോറോഫിൽ എ ബീങ് ദി പ്രൈമറി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. അവിടെയാണ് കൺവേർഷൻ ഓഫ് ലൈറ്റ് ഇൻടു കെമിക്കൽ എനർജി നടക്കുന്നത്. അപ്പൊ ഞാനൊരു അനാലജി പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോ എങ്ങനെ? ഒരു കിങ്ഡം ആലോചിച്ച് നോക്കിയാൽ നടുക്ക് ഒരു കിങ് ഇരിക്കുന്ന, നടുക്കൊരു കിങ് ഇരിക്കുന്ന, ചുറ്റും ആ കിങ്ഡമിലെ അല്ലെങ്കിൽ ആ റീജിയനിലെ പ്രജകൾ അല്ലെങ്കിൽ ആർമി സറൗണ്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ഈ ആർമി സറൗണ്ടിങ് ആർമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് നടുക്കുള്ള കിങ് ആണ് ഏത്? ക്ലോറോഫിൽ എ. ഇനി നമുക്കറിയാം ആ റീജിയനിലെ ഒരു സ്ഥലത്ത് ഒരു കിങ്ങും കുറെ ആർമി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ മേജർ ഡിസിഷൻസ് എടുക്കുന്ന ആരാണ്? അവിടുത്തെ മേജർ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? കിങ് ആണ്. അപ്പോൾ ഇൻ ദിസ് കേസ് നമുക്ക് പറയാൻ പറ്റും ക്ലോറോഫിൽ എ ആണ് മേജർ റിയാക്ഷൻസും കൺവേർഷൻസും ഒക്കെ നടത്തുന്നത്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ജസ്റ്റ് അവർക്ക് കിട്ടുന്ന ഇൻപുട്സ് ജസ്റ്റ് പാസ് ഓൺ ചെയ്യും. ആയിരിക്കും? നമ്മുടെ കിങ്ങിന്. ടു മേക്ക് ഹിസ് ഡിസിഷൻ മേക്കിംഗ് ബെറ്റർ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസറി പിഗ്മെന്റ്സ് വന്ന് പതിക്കുന്ന ലൈറ്റിനെ ഡിഫറെന്റ് വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു നമ്മുടെ കിങ് ആയ ക്ലോറോഫിൽ എന്. ആൻഡ് ഈ ക്ലോറോഫിൽ എ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ്, അതായത് ഫൈനൽ കൺവേർഷൻ ഓഫ് ലൈറ്റ് ഇൻടു കെമിക്കൽ എനർജി, അങ്ങനെയുള്ള മേജർ പ്രോസസ്സസ് ചെയ്യുന്നു. ഇത്രയാണ് റിയാക്ഷൻ സെന്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? ഇത്രയും അറിഞ്ഞിരിക്കുക ബേസിക് ആയിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? which pigment acts directly to convert light energy to chemical energy എന്ന് പറയുമ്പോൾ ഏതാന്ന് നമുക്ക് പറയാൻ പറ്റും? ആ റീജിയനിലെ കിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ക്ലോറോഫിൽ എ ആണ് മെയിൻ സാധനങ്ങൾ ചെയ്യുന്നത്. കാരണം എന്താ? ക്ലോറോഫിൽ എ ബീങ് ദി റിയാക്ഷൻ സെന്റർ, അതായത് നമ്മുടെ ഏറ്റവും ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിന്റെ ഏറ്റവും സെന്ററിൽ റിയാക്ഷൻ സെന്റർ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ കൺവേർട്ട് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി ബീങ് പ്രൈമറി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. ഇനി ബാക്കിയുള്ള പിഗ്മെന്റ്സ് ഏതൊക്കെ? ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കെരോട്ടിനോയിഡ്, ഇവരൊക്കെ എന്താണ്? വെറും ആക്സസറി പിഗ്മെന്റ്സ് മാത്രമാണ്, വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ദ മെയിൻ പിഗ്മെന്റ്.
എന്ന് വെച്ചാൽ ലൈറ്റ് എനർജി വരുന്നതിനെ ജസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് കൺവേർഷൻസും കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ബാക്കിയുള്ള പിഗ്മെന്റ്സിൽ നടത്തില്ല. ഇതിന് ആൻസർ എന്തായി? ആൻസർ ഓപ്ഷൻ എ ക്ലോറോഫിൽ. ബാക്കിയുള്ളത് എങ്ങനെയാണ്? ജസ്റ്റ് ആക്സസറി പിഗ്മെന്റ്സ് ആയതുകൊണ്ട് മെയിൻ കൺവേർഷൻസിൽ പങ്കെടുക്കില്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, which range of wavelength in nanometer is called photosynthetically active radiation, PAR? ഏത് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ആണെന്നാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 100 to 390, 390 to 430, 390 to 430, 400 to 700, 760 to 10,000. അപ്പോ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സൺലൈറ്റ് പ്ലാന്റ്സിൽ വന്ന് പതിക്കുമ്പോൾ നമുക്ക് ഒരു ഇത്രയും റേഞ്ചിലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വൈഡ് റേഞ്ചിലായിരിക്കും അവര് വന്ന് പതിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെയാണ് സൺലൈറ്റിൽ നമ്മൾ ഡിഫറെന്റ് വേവ് ലെങ്ത് എടുത്ത് നോക്കിയാൽ 300 നാനോമീറ്ററിന്റെ അറൗണ്ട് തൊട്ട് നമുക്ക്, അതായത് UV അൾട്രാ വയലറ്റിന്റെ റേഞ്ച് തൊട്ട് ഇൻഫ്രാറെഡ് റേഞ്ച് വരെ ആ വേവ് ലെങ്ത് പോകും. അപ്പൊ അത്രയും വലിയൊരു വൈഡ് റേഞ്ചിലാണ് സൺലൈറ്റ് അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ വരുന്നത്. ഇനി ഈ ഹോൾ സൺലൈറ്റ് നമുക്ക് ഫോട്ടോസിന്തസിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ നമുക്കൊരു സ്പെക്ട്രം മതി which is used in photosynthesis. സൺലൈറ്റിന്റെ വൈഡ് സ്പെക്ട്രത്തിന് ജസ്റ്റ് ഒരു പാർട്ട് ഓഫ് സ്പെക്ട്രം മാത്രമേ നമ്മൾ ഏതിന് യൂസ് ചെയ്യുന്നുള്ളൂ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഈ പാർട്ട് ഓഫ് സ്പെക്ട്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. സൺലൈറ്റിലെ എല്ലാ ഡിഫറെന്റ് വേവ് ലെങ്തും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു നാരോ റേഞ്ചിൽ മാത്രം ഒരു പാർട്ട് ഓഫ് സ്പെക്ട്രം മാത്രം നമുക്ക് മതി ഫോട്ടോസിന്തസിസ് ചെയ്യാൻ. അതിന് നമ്മൾ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിച്ചു. ഇനി ഇത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടത്? അറൌണ്ട് 400 to 700 നാനോമീറ്റർ വരുന്ന വേവ് ലെങ്ത്തിന്റെ നടുക്കുള്ള റേഡിയേഷനെയാണ് നമ്മൾ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ വിളിക്കുന്നത്. ഇനി നമ്മൾ ഇക്കോളജിയിലെ ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു, നമ്മൾ കംപ്ലീറ്റ് 100% സൺലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ, ഇൻസിഡന്റ് സോളാർ റേഡിയേഷൻ 100% ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൽ 100% സോളാർ റേഡിയേഷനിൽ നമുക്ക് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 50% ആയിരിക്കും. 50%നും കുറവാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. അതായത് ഈ 400 to 700 നാനോമീറ്റർ വേവ് ലെങ്ത്തിൽ വരുന്ന റേഡിയേഷൻസ് എത്രയായിരിക്കും? ഓൾമോസ്റ്റ് ലെസ് ദാൻ 50% ആയിരിക്കും. ഇനി ഈ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ലെസ് ദാൻ 50 ആണെന്ന് വിചാരിച്ചു. ഇനി ഈ ഇൻസിഡന്റ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷനിൽ ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് ആക്ച്വലി യൂസ് ചെയ്യുന്ന amount എത്രയാണ്? ഈ 2 to 10% of this less than 50% incident radiation. അപ്പോൾ ലെസ് ദാൻ 50% ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷനിൽ 2 to 10% മാത്രമാണ് ഗ്രീൻ പ്ലാന്റ്സ് യൂസിങ് ഫോർ ഫോട്ടോസിന്തസിസ്. ഇനി ബാക്കിയുള്ളത് എങ്ങനെയായിരിക്കും? അവര് ബാക്കിയുള്ള അബ്സോർപ്ഷൻ ആസ് ഹീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് അവർ യൂട്ടിലൈസോ റിലീസോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇൻസിഡന്റ് സോളാർ റേഡിയേഷന്റെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 0.02% മാത്രമേ ഫോട്ടോസിന്തസിന് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷന്റെ എത്രയാണെന്ന് വെച്ചാൽ 2 to 10% പറയണം. പക്ഷെ ഇൻസിഡന്റ് സോളാർ റേഡിയേഷൻ ഇതിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പറയണം? 0.02% പറയാൻ പാടുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഏത് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ആണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഏതാണ്? 400 to 700 നാനോമീറ്ററിൽ വരുന്ന വേവ് ലെങ്ത് റേഞ്ച് ആണ് ഫോട്ടോസിന്തസിന് ഗ്രീൻ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ റേഞ്ചസ് ഫ്രം 400 to 700 നാനോമീറ്റർ. ഇതാണ് ഏത്? വിസിബിൾ റേഞ്ച് ഓഫ് ലൈറ്റ് എനർജി. ഇനി അതർ വേവ് ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ബാക്കിയുള്ള വേവ് ലെങ്ത് ഉണ്ട്. ഈ ബാക്കിയുള്ള വേവ് ലെങ്ത് ഒക്കെ എന്താണ്? 100 to 300 എന്ന് പറയുന്നത് UV റേഞ്ച് ആണ്. പിന്നെ സെക്കൻഡ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 390 to 430 എന്ന് പറയുന്നത്
ഇൻഫ്രാറെഡ് റേഞ്ച് ആണ്. ഇനി ബാക്കിയുള്ള 760 to 10,000 നാനോമീറ്റർ എന്ന് പറയുന്നത് മിഡ് ഇൻഫ്രാറെഡ് റേഞ്ച് ആണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത്രയും ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഫോട്ടോസിന്തറ്റിക് ആക്റ്റീവ് റേഡിയേഷൻ ഏതാന്ന് വെച്ചാൽ ഈ നമ്പർ നെസസറിലി അറിഞ്ഞിരിക്കണം. ആൻഡ് അത് വിസിബിൾ റേഞ്ചിലാണ് വരുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കണം. വിസിബിൾ റേഞ്ച് ഓഫ് ലൈറ്റ് എനർജിയിലാണ് വരുന്നത്. ഇനി 4th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് which light range is least effective in photosynthesis? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബ്ലൂ, ഗ്രീൻ, റെഡ്, വയലറ്റ്. ഇപ്പോ ബ്ലൂയിലും ഗ്രീനിലും റെഡിലും വയലറ്റിലും ലീസ്റ്റ് എഫക്റ്റീവ് ഏതാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും. എന്താണ്, നമ്മൾ ലൈറ്റിന്റെ ആക്ഷൻ സ്പെക്ട്രം കണ്ടിരുന്നു. ഒരു ഗ്രാഫ് പോലെ നമ്മൾ ആക്ച്വലി ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ നോക്കിയപ്പോ അതിൽ നമ്മൾ എന്താണ് നോക്കിയത്, ഈ ആക്ഷൻ സ്പെക്ട്രത്തിൽ നമ്മൾ കണ്ടു ഏതൊക്കെ റീജിയൻസ് ആണ് ഡിഫറെന്റ് വിസിബിൾ റേഞ്ചിലെ ഏതൊക്കെ കളേഴ്സിന്റെ റീജിയൻസ് ആണ്, ഏതൊക്കെ വേവ് ലെങ്തിന് അറൌണ്ട് വരുന്ന റീജിയൻസ് ആണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഫോർ ദി പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിയപ്പോ ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസ് ഓഫ് ലൈറ്റ് സ്പെക്ട്രം എന്താന്ന് കണ്ടു, ദേ ആർ മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ഫോട്ടോസിന്തസിസ്. ഇനി ഈ ബ്ലൂയിലും റെഡിലും നോക്കിയാൽ തന്നെ ബ്ലൂവിനെയും റെഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ബ്ലൂയിലാണ് കൂടുതൽ എനർജി ക്യാരിഡ് ആവുന്നത്, വൈൽ റെഡിന് എങ്ങനെയാണ് എനർജി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമുക്കറിയാം E ഈക്വൽസ് H ന്യൂ എടുത്ത് നോക്കിയാൽ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എനർജിയും കൂടുന്നതായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്ലൂവിനായിരിക്കും കൂടുതൽ എനർജി. ആൻഡ് ഇതിൽ തന്നെ ഏറ്റവും എഫിഷ്യന്റ് വേവ് ലെങ്ത്, അതായത് ഫോട്ടോസിന്തസിസിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് നമ്മൾ വിളിക്കുന്നത് ഏതിനെയാണ്, എനർജി കൂടുതലാണെങ്കിലും നമ്മൾ റെഡിനെയാണ് മോസ്റ്റ് എഫിഷ്യന്റ് വേവ് ലെങ്ത് നമ്മൾ വിളിക്കുന്നത്. മോസ്റ്റ് എഫിഷ്യന്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ ഫോട്ടോസിന്തസിസ് നമ്മൾ വിളിക്കുന്നത് റെഡ് ആണ്. ബ്ലൂവും റെഡും ആണ് ലൈറ്റ് സ്പെക്ട്രത്തിലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട്. ബ്ലൂവിനെ റെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറച്ചും കൂടി റെഡ് ആണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇനി ലീസ്റ്റ് എഫിഷ്യന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് എഫക്റ്റീവ് നമ്മളൊരു സെന്റൻസ് കണ്ടിരുന്നു. ലീസ്റ്റ് എഫിഷ്യന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഗ്രീൻ ലൈറ്റ് ആണ്. ആൻഡ് ഇതും കൂടി പറഞ്ഞിരുന്നു, എന്താണ്, നമ്മള് ലീവ്സ് ഈ ഗ്രീൻ ലൈറ്റിനെ ആക്ച്വലി റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് മോസ്റ്റ്ലി പ്ലാന്റ്സിന്റെ ലീഫിന്റെ കളറ് ഗ്രീൻ ആകുന്നത് കൂടി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഗ്രീൻ ലൈറ്റിനെ കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് ഗ്രീൻ പ്ലാന്റ്സിന്റെ ലീവ്സിന് ഗ്രീൻ കളർ വന്നു. അങ്ങനെ വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ആ ഒരു അനാലജി വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ലീസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് ഏതാന്ന് വെച്ചാൽ നമുക്ക് ഗ്രീൻ ലൈറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോ ഇതിന് ആൻസർ എന്തായിരിക്കും, വിച്ച് ലൈറ്റ് റേഞ്ച് ഇസ് ലീസ്റ്റ് എഫക്റ്റീവ് ഇൻ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി, ഗ്രീൻ ആണ് ലീസ്റ്റ് എഫക്റ്റീവ്. ഇനി മോസ്റ്റ് എഫക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബ്ലൂവും റെഡും ഒരു ഓപ്ഷൻ ആണ്, നമുക്ക് ബ്ലൂ ആൻഡ് റെഡ് ടിക്ക് ചെയ്യായിരുന്നു. അല്ലാണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് എഫക്റ്റീവ് റെഡ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി സൊല്യൂഷൻ എന്താ വന്നിരിക്കുന്നത്, ഫോട്ടോസിന്തസിസ് എന്താണ്, ഫോട്ടോട്രോപ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് അവർക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അവർ വന്ന് പതിക്കുന്ന ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി ആക്കുന്നു. ആൻഡ് കെമിക്കൽ എനർജി സ്റ്റോർഡ് ആസ് ഇങ്ങനെ എനർജി കോയിൻസ് അല്ലെങ്കിൽ ATP ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് നമ്മുടെ ഷുഗർ ഉണ്ടായി വന്ന ഷുഗർ അവര് they use it as a means of storing chemical energy. ഇനി വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ബാക്കിയുള്ള ലൈറ്റും ക്ലോറോഫിലും ഒക്കെ റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ഇത് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ആൻഡ് ക്ലോറോപ്ലാസ്റ്റിനുള്ള ഒരു ഗ്രീൻ പിഗ്മെന്റ് ഉണ്ട് വിച്ച് ഇസ് ക്ലോറോഫിൽ. ആൻഡ് ഇതാണ് ലീവ്സിന്റെ ഡിസ്റ്റിങ്റ്റീവ് കളർ കൊടുക്കുന്നത്. ആൻഡ് അതോടുകൂടെ തന്നെ ഗ്രീൻ ലൈറ്റ് റേഞ്ച് സ്പെക്ട്രം എടുത്ത് നോക്കിയാൽ ഇറ്റ് ഇസ് ദ ലീസ്റ്റ് എഫക്റ്റീവ് ഫോർ ദി പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. കാരണം എന്താ, നമ്മള് എക്സ്പെരിമെന്റ് വൈസ് ഇത് കണ്ടുപിടിച്ചു. എങ്ങനെ, എക്സ്പെരിമെന്റ് വൈസ് ആക്ഷൻ സ്പെക്ട്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓൾസോ ഗ്രീൻ വേവ് ലെങ്ത് കൂടുതൽ പ്രൊവൈഡ് ചെയ്തു പ്ലാന്റ്സിന്, ബാക്കി എല്ലാ മെഷേഴ്സും കോൺസ്റ്റന്റ് ആക്കി വെച്ച്. ആൻഡ് നമ്മൾ കമ്പയർ ചെയ്തു ഗ്രീൻ വേവ് ലെങ്ത്തും ബാക്കിയുള്ള വേവ് ലെങ്ത്തും
കൊടുക്കുമ്പോൾ ഏതിനാണ് കുറച്ചും കൂടി എഫിഷ്യൻസി. അങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും സ്ലോവസ്റ്റ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് കണ്ടത് നമ്മൾ ഗ്രീൻ വേവ് ലെങ്ത് കൊടുത്തപ്പോഴാണ്. അപ്പോൾ നമുക്ക് ലീസ്റ്റ് എഫിഷ്യന്റ് ഇതാണ് മനസ്സിലായി. കാരണം എന്താണ്? ദിസ് ഇസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രീൻ പിഗ്മെന്റ് ആണ്. ആൻഡ് അബ്സോർബ് ചെയ്യുന്നതിന് പകരം ക്ലോറോഫിൽ ആക്ച്വലി അബ്സോർബ് ചെയ്യാൻ വേണ്ടത് വന്നു അതിക്കുന്ന ലൈറ്റിന്. പക്ഷെ ക്ലോറോഫിൽ ബീങ് എ ഗ്രീൻ പിഗ്മെന്റ്, അത് അബ്സോർബ് ചെയ്യുന്നതിന് പകരം ഗ്രീൻ ലൈറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ്. അങ്ങനെ ട്രാൻസ്മിറ്റും റിഫ്ലക്റ്റും ചെയ്യാണ് കംപ്ലീറ്റ്ലി. അപ്പൊ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണം. ആൻഡ് ബെസ്റ്റ് വിസിബിൾ ലൈറ്റ് വേവ് ലെങ്ത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ബ്ലൂവും റെഡും ആണ് കൂടി പറയണം. അതിന്റെ റേഞ്ചും കൊടുത്തിട്ട് ബ്ലൂ ഇസ് അറൌണ്ട് 425 to 450 ആൻഡ് റെഡ് ഇസ് അറൌണ്ട് 600 to 700. അപ്പൊ ഈ രണ്ട് വാല്യൂം അറിയണം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. വേവ് ലെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പൊ ഇതില് ബ്ലൂവിലാണ് കുറവ് വേവ് ലെങ്ത്, അപ്പൊ ഫ്രീക്വൻസി കൂടുതൽ ബ്ലൂവിനായിരിക്കും. അപ്പൊ എനർജി കൂടുതൽ ഏത് ലൈറ്റിനായിരിക്കും? ബ്ലൂ ലൈറ്റിന് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്തുകൊണ്ടാണ് ഗ്രീൻ ലൈറ്റ് ലീസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളതിന്റെ റീസൺസ് താഴെ തന്നിട്ടുണ്ട്, അതും കൂടി അറിഞ്ഞിരിക്കാം. എക്സ്പെരിമെന്റ് വൈസ് കണ്ടുപിടിച്ചു. ആൻഡ് ദിസ് ഇസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഗ്രീൻ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. ആൻഡ് ക്ലോറോഫിൽ ആയതുകൊണ്ട്, അത് ഗ്രീൻ പിഗ്മെന്റ് ആയതുകൊണ്ട് അബ്സോർബ് ചെയ്യുന്നതിന് പകരം ഗ്രീൻ ലൈറ്റ് കംപ്ലീറ്റ്ലി ട്രാൻസ്മിറ്റും റിഫ്ലക്റ്റുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ ലൈറ്റ് ഏറ്റവും ലീസ്റ്റ് എഫക്റ്റീവ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ ബി, ഗ്രീൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. കീമോസിന്തറ്റിക് ബാക്ടീരിയ ഒബ്റ്റെയിൻ എനർജി ഫ്രം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സൺ, ഇൻഫ്രാറെഡ് റേസ്, ഓർഗാനിക് സബ്സ്റ്റൻസസ്, ഇനോർഗാനിക് കെമിക്കൽസ്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഏതിനാണ്? അതായത് അവർ സ്വയം ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, എനർജി ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അവർ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആയിരിക്കണം. ആൻഡ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ നമ്മൾ കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് വിളിക്കും ഇൻ ഷോർട്ട്. ഇനി ഈ കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്താണ് ചെയ്യുക? ഓട്ടോട്രോഫിക് ആയത് സ്വയം എനർജി എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ ഇവര് ബാക്കി എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചില എക്സർഗോണിക് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ചെയ്യുന്നു. എക്സർഗോണിക് ആണ് എനർജി റിലീസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർക്ക് എനർജി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. അപ്പൊ എനർജി റിലീസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസ് ചെയ്തിട്ടായിരിക്കും ഇവരെന്ത് എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഈ എക്സർഗോണിക് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയയിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് നമ്മൾ കണ്ടത്. അതായത് അവരുടെ ഉള്ളിലുള്ള ഉണ്ടാവും. ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ അവർ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് എനർജി റിലീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആ പ്രോസസ് ഇൻവോൾവ്സ് ഓക്സിഡേഷൻ ഓഫ് ഇനോർഗാനിക് സബ്സ്റ്റൻസ്. ആൻഡ് ഈ ഓക്സിഡേഷൻ ഉണ്ടാകുമ്പോൾ എനർജി റിലീസ് ആവുന്നത്. ആൻഡ് എനർജി എങ്ങനെയാണ് അവർ ട്രാപ്പ് ചെയ്യുന്നത്? ATP മോളിക്യൂൾസ്, അതായത് എനർജി കറൻസിന്റെ ഫോമിൽ അവർ ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. ഇനി ഈ കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയന്റെ വേറൊരു പ്രത്യേകതയാണ് ഇവരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ ചെയ്യുന്നത്. ഏതില്? നമ്മുടെ എൻവയൺമെന്റില് പല 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 ന്യൂട്രിയൻസ് റീസൈക്കിൾ ചെയ്യാനും തിരിച്ച് അത് ഭൂമിയിലേക്ക് എത്തിക്കാനും. അതായത് റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്. ആൻഡ് ഈ ന്യൂട്രിയൻസ് എന്തൊക്കെ വരും? നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ. ഇനി കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ അതിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറയണം? നമുക്ക് ഓൾറെഡി പഠിച്ചാണ്, പല പല ചാപ്റ്റർ പല പല സ്ഥലത്ത് പഠിച്ചാണ്. നൈട്രിഫയിങ് ബാക്ടീരിയ, പിന്നെ സൾഫർ ഓക്സിഡൈസിങ് ബാക്ടീരിയ, പിന്നെ അയൺ ബാക്ടീരിയ. ഇവരൊക്കെ എങ്ങനെയാണ്? കീമോ ഓട്ടോട്രോഫ്സ് ആണ്. ആൻഡ് അവര് ഇനോർഗാനിക് സബ്സ്റ്റൻസ്, അവരുടെ മീഡിയത്തിനുള്ളിലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഓക്സിഡൈസ് ചെയ്ത് എനർജി സ്റ്റോർ ചെയ്യുന്ന ഇൻ ദ ഫോം ഓഫ് ATP മോളിക്യൂൾസ്. ആൻഡ് അവർ ഓൾസോ റീസൈക്കിൾ ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. അപ്പോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ത് വരും? They obtain energy from sun ആണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. സൺ ഇങ്ങനെ നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റ് ആണ്.
ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആണ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ സൺ അല്ല നമുക്ക് മനസ്സിലായി. ഇനി ഇൻഫ്രാറെഡ് റേസ് അങ്ങനെയുള്ളതും അല്ല നമുക്ക് മനസ്സിലാവും. ഇനി ഓർഗാനിക് സബ്സ്റ്റൻസസ് അല്ല നമ്മളിവിടെ കണ്ടത്. ഏതാണ്? അവർ ഇനോർഗാനിക് കെമിക്കൽസ് എന്നാണ് എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഓപ്ഷൻ എന്ത് വരും? ഇനോർഗാനിക് കെമിക്കൽസ്. അവർ ഇനോർഗാനിക് കെമിക്കൽസിനെ ഓക്സിഡൈസ് ചെയ്ത് ഓർഗാനിക് കമ്പൗണ്ട്സ് ആയിട്ട് എനർജി സ്റ്റോർ ചെയ്യുന്ന ഫോമാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന ഓർഗാനിക് സബ്സ്റ്റൻസസ്, അല്ലാണ്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫോം അല്ല. ഇനി ഇതേ ക്വസ്റ്റൻ എനർജി സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇൻ ദ ഫോം ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ്. ഇനി 6th ക്വസ്റ്റൻ, എനർജി റിക്വയർഡ് ഫോർ ATP സിന്തസിസ് ഇൻ PS2 കംസ് ഫ്രം. ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ? പ്രോട്ടോൺ ഗ്രേഡിയന്റ്, ഓപ്ഷൻ ബി ഇലക്ട്രോൺ ഗ്രേഡിയന്റ്, ഓപ്ഷൻ സി റിഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഓപ്ഷൻ ഡി ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് PS2 ATP സിന്തസൈസ് ചെയ്യണമെങ്കിൽ അവിടുന്ന് എനർജി കിട്ടുന്നത് എങ്ങനെയാണ്, അല്ലാണ്ട് ഏത് മോഡിലാണ് എനർജി കിട്ടുന്നതാണ് ചോദിച്ചത്. ഏത് ഗ്രേഡിയന്റ് കാരണമാണ്, ഏതിന്റെ റിഡക്ഷനോ ഓക്സിഡേഷനോ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം PS2 എന്താണ്? PS2 എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടില്ല, ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റിന്റെ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? PS2. ആൻഡ് പിഗ്മെന്റ് സിസ്റ്റം മാത്രമല്ല ഈ PS2 ഉള്ളത്, അതിന്റെ കൂടെ തന്നെ വേരിയസ് ഇലക്ട്രോൺ കാരിയേഴ്സും ഇതിന്റെ PS2 പ്രസന്റ് ആണ്. ആൻഡ് ഇത് എവിടെയാണ് പ്രസന്റ് എന്ന് വെച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കണം. ഇൻ അപ്രസ്ഡ് പാർട്ട് ഓഫ് ഗ്രാന തൈലക്കോയിഡ്. അപ്പൊ PS2 എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് PS2 കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്താണ്? ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് സിസ്റ്റം അലോങ് വിത്ത് സം ഇലക്ട്രോൺ കാരിയേഴ്സ് അറിഞ്ഞിരിക്കാം. ഇനി PS2 എന്തൊക്കെ ഉണ്ട്? നമുക്ക് ക്ലോറോഫിൽ എ ബീങ് യൂണിവേഴ്സൽ എല്ലായിടത്തും കാണാൻ പറ്റും. ആൻഡ് ക്ലോറോഫിൽ എ റിയാക്ഷൻ സെന്ററിൽ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു. ആൻഡ് ആക്സിലറി പിഗ്മെന്റ്സ് ആയിട്ട് ക്ലോറോഫിൽ ബി കാണാം. ആൻഡ് കെരോട്ടിനോയിഡ്സും നമുക്ക് കാണാൻ പറ്റും. ഇനി PS2 ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടത് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ്. കാരണം എന്താ? അതിന് മാത്രമാണ് PS2 ഇൻവോൾവ് ആയിട്ടുള്ളത്. ആൻഡ് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? ഫസ്റ്റ് നമ്മുടെ പിഗ്മെന്റ് സിസ്റ്റം അലോങ് വിത്ത് ഇറ്റ്സ് ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്, വിച്ച് ഇസ് PS2. അതിലേക്ക് ലൈറ്റ് വന്ന് വീഴാണ്. ലൈറ്റ് വന്ന് വീഴുമ്പോൾ എന്ത് പറ്റും? ഇലക്ട്രോണിന്റെ എക്സൈറ്റ്മെന്റ് നടക്കുന്നു. ആൻഡ് 4 ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവുന്നു. ആൻഡ് അവർ അപ്ഹിൽ ട്രാൻസ്പോർട്ട് പോകുന്നു. ആൻഡ് ഇവർ അപ്ഹിൽ ട്രാൻസ്പോർട്ട് പോയിട്ട് ആർക്ക് കൊടുക്കുന്നു? ഫിയോഫൈറ്റിനിലേക്ക് പോകുന്നു. ആൻഡ് ഫിയോഫൈറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? നമുക്കറിയാം ഈ ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ഇനിയും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇത് ആർക്കാണ് പാസ് ഓൺ ചെയ്യുന്നത്? പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറയുന്ന കാരിയറിനാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ 4 ഇലക്ട്രോൺ അടുത്തത് പ്ലാസ്റ്റോക്വിനോണിലേക്ക് പോകും. അത് കഴിഞ്ഞ് സൈറ്റോക്രോം B6F പോകും. ഈ അറേഞ്ച്മെന്റ് അറിഞ്ഞിരിക്കണം. പ്ലാസ്റ്റോക്വിനോൺ സൈറ്റോക്രോം B6F പോകുന്നു. ആൻഡ് പതുക്കെ പ്ലാസ്റ്റോ സൈനിലേക്ക് പോകുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ അടുത്ത പിഗ്മെന്റ് സിസ്റ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. PS1 പിഗ്മെന്റ് സിസ്റ്റം 1ലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇതിൽ നിന്ന് അഗെയിൻ ലൈറ്റ് ഇവിടെ വന്ന് വീഴുമ്പോൾ PS1 നിന്ന് ഇത് അഗെയിൻ എക്സൈറ്റഡ് ആയി എങ്ങോട്ടേക്ക് പോകുന്നു? FES പ്രോട്ടീനിലേക്ക് പോകുന്നു. ആൻഡ് ഇത് ഫൈനൽ പാത്ത് ആണ്. FES പ്രോട്ടീനിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ FNRലേക്ക് പോകുന്നു. ആൻഡ് NADP+ ഇത് ഈ 4 ഇലക്ട്രോൺ ഫൈനലി അക്സെപ്റ്റ് ചെയ്ത് NADPHഉം H+ ആക്കുന്നു. ബാലൻസ് ചെയ്യാൻ നമ്മൾ 2 NADPHഉം 2 H+ ആയിട്ട് എഴുതാം. അപ്പൊ ഫൈനലി ഇത്രയാണ് നോൺ സൈക്ലിക് ETS നടക്കുന്നത്. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കറിയാം ഈ PS2 ആക്ച്വലി അൺലിമിറ്റഡ് ആയിട്ട് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഈ ഇലക്ട്രോണിന്റെ അപ്പിൽ ട്രാൻസ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വൺ സൈഡഡ് ആയിട്ട് നടക്കുകയാണെങ്കിൽ വിത്തൗട്ട് ബീങ് റീസൈക്കിൾഡ് ഇത് അൺലിമിറ്റഡ് ആയിട്ട് നടക്കുന്ന പോസിബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ PS2 ആക്ച്വലി ഇത് ബാലൻസ് ചെയ്യാൻ ഒരു റിയാക്ഷൻ കൂടി നടക്കേണ്ടതുണ്ട്. ആ റിയാക്ഷൻ എന്താന്ന് നോക്കുമ്പോഴാണ് നമ്മൾ എന്ത് കണ്ടത്? PS2 നമുക്ക് ഒരു സ്പെഷ്യൽ കോംപ്ലക്സ് കാണാൻ പറ്റും, വിച്ച് ഇസ് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്. വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിനെ നമ്മൾ എന്തെന്നും കൂടി വിളിക്കും? ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ്.
വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് നടക്കുന്നത്. വാട്ടർ ഉണ്ടാവും, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുക ആൻഡ് എനർജിയോ ഇലക്ട്രോൺസ് എന്താന്ന് വെച്ചാൽ റിലീസ് ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ ഈ പോകുന്ന 4 ഇലക്ട്രോൺസ് അഗൈൻ അവർക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിൽ എന്ത് കാണാൻ പറ്റും? വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ H2O എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? H+ഉം ഇലക്ട്രോൺസും. വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സിൽ എന്താണ് നടക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ആവാണ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? ഇലക്ട്രോൺസും H+ഉം ഓക്സിജനും ഫൈനലി കിട്ടുകയാണ്. ബാലൻസ് ചെയ്യാൻ ഇവിടെ 4 ഇട്ട് കൊടുക്കുക, ഇവിടെ 4 ഇട്ട് കൊടുക്കുക. അപ്പോ ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് 4 ഇലക്ട്രോൺസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ റീഫിൽ ചെയ്താല് നമുക്ക് അടുത്ത പ്രാവശ്യം ലൈറ്റ് വന്ന് വീഴുമ്പോൾ അഗെയിൻ ഫിയോ ഫൈറ്റിലേക്ക് അപ്ഹിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺസ് നടക്കുള്ളൂ. അത് എൻഷുർ ചെയ്യാൻ നമ്മുടെ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിന്റെ ഈ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഫൈനലി നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ എൻഡിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇത് വെറുതെ എന്തായാലും നടക്കില്ല. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആക്ച്വലി നടക്കുന്നത് പ്ലാന്റിന് എന്തെങ്കിലും ഗുണം ഉള്ളതുകൊണ്ടായിരിക്കണം. അങ്ങനെ പ്ലാന്റിന് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോൺ സൈക്ലിക് ETSന്റെ എൻഡിൽ നമുക്ക് 3 ATP കിട്ടുന്നു, 2 NADPH കിട്ടുന്നു, 2 വാട്ടർ കിട്ടുന്നു, ഒരു ഓക്സിജൻ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ ഇവോൾവ് ചെയ്യുന്നു, ആൻഡ് 4 H+ is also released. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സാധനങ്ങൾ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നോൺ സൈക്ലിക് ETS പ്ലാന്റ്സിന് ഗുണകരം നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിന്റെ കൂടെ തന്നെ പ്ലാസ്റ്റോക്വിനോൺ എന്താണ്? ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ മാത്രമല്ല, അതെന്താണ്? ഒരുമിച്ച് ഒരു H+നെയും ഇലക്ട്രോണിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അക്രോസ് നമ്മുടെ ഇലക്ട്രോൺസ് പാസ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ആരും കൂടെ വരും? H+ഉം കൂടി അവര് ക്യാരി ചെയ്ത് ഉള്ളിലോട്ട് കൊണ്ടുവരും, സെല്ലിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരും. ഇത്രയും കാര്യങ്ങൾ നോൺ സൈക്ലിക് ETSനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ എനർജി റിക്വയർഡ് ഫോർ ATP സിന്തസിസ് ഇൻ PS2. PS2 എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. ഇനി ഇവിടെ ATP സിന്തസിനുള്ള എനർജി എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഓപ്ഷൻ A തന്നിരിക്കുന്നത് എന്താ? പ്രോട്ടോൺ ഗ്രേഡിയന്റ്. ഇനി പ്രോട്ടോൺ ഗ്രേഡിയന്റ് എങ്ങനെയാണ് ഇതിൽ എനർജി റിലീസ് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ? നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിന്റെ തൈലക്കോയിഡ് മെമ്പറൈൻ, ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവിടെയുള്ള തൈലക്കോയിഡ് മെമ്പറൈനിലാണ് NADP റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം പ്രസന്റ് ആയിട്ടുള്ളത്. ആ NADP റിഡക്ടേസ് എന്ന് പറഞ്ഞ എൻസൈം എന്താണ് ചെയ്യുന്നത്? അതായത് തൈലക്കോയിഡ് ലൂമനിലേക്ക് എന്ത് കൊണ്ടിടും? അവര് പ്രോട്ടോൺസ് കൊണ്ടിടുന്നു. ആൻഡ് അവരങ്ങനെ പ്രോട്ടോൺസ് കൊണ്ടിടുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ പ്രോട്ടോൺസിന്റെ അമൗണ്ടിൽ ഡിഫറൻസ് വരുന്നു. ഒരു ഗ്രേഡിയന്റ് ഇസ് ഫോംഡ് അക്രോസ് തൈലക്കോയിഡ് മെമ്പറൈൻ. അപ്പോ പ്രോട്ടോൺസ് അങ്ങനെ ഗ്രേഡിയന്റ് ഉണ്ടാകുമ്പോൾ അവര് തിരിച്ച് ഗ്രേഡിയന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പഴയ നോർമൽസിയിലേക്ക് വരാൻ അവർ എന്ത് ചെയ്യുന്നു? ATP സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ ഉള്ളിൽ കൂടി അവർ പ്രോട്ടോൺസിനെ പാസ് ചെയ്യുന്നു. ആൻഡ് ഇത് എന്ത് കോസ് ചെയ്യുന്നു? ഇത് ഫൈനലി റിലീസ് ഓഫ് ATP ഇൻടു സ്ട്രോമ ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് എങ്ങനെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഹെൽപ്സ് ഇൻ ATP സിന്തസിസ് ഇൻ PS2. അപ്പോ ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് കാരണം PS2 ഫൈനലി നമ്മളിപ്പോ പറഞ്ഞ 3 ATP ഇസ് സിന്തസൈസ്ഡ്. നമുക്കറിയാം ഇതിന്റെ എൻഡിൽ എന്തായാലും ഒരു ഇലക്ട്രോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നു. ഇലക്ട്രോൺ ഗ്രേഡിയന്റ് ഫെർദർ കോസസ് ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റിനെ ഉണ്ടാക്കുന്നു. നമുക്ക് ഓൾറെഡി പ്ലാസ്റ്റോക്വിനോൺ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ H+ എങ്ങനെയാണ് ഉള്ളിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ അകത്തേക്ക് H+ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു പ്രോട്ടോണിന്റെ ഗ്രേഡിയന്റ് വരുമ്പോൾ അത് നമുക്ക് ഫൈനലി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? പ്രോട്ടോൺ നമുക്ക് ATP സിന്തേസിലേക്ക് ഫൈനലി പമ്പ് ഔട്ട് ചെയ്യാൻ പറ്റും ടു റീഗെയിൻ ദി നോർമൽസി. അങ്ങനെ നോർമൽസിയിലേക്ക് തിരിച്ചു വരാൻ പ്രോട്ടോൺ പമ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്തുണ്ടായി? ATPയും സിന്തസൈസ്ഡ് ആവാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയിൻ ഓഫ് റിയാക്ഷൻസ് ഫൈനലി ATP സിന്തസിസിലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി ഇതിന്റെ മെയിൻ റീസൺ എന്തായിരിക്കും? നമ്മുടെ തൈലക്കോയിഡ് മെമ്പറൈനിൽ എന്ത് വേണം? ഒന്ന് NADP റിഡക്ടേസ് വേണം. NADP റിഡക്ടേസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫൈനലി നടന്ന പ്രോസസ് ഒന്നും നടക്കില്ല. ഇവിടെ ഈ നടക്കുന്ന പ്രോസസ് ഒക്കെ ഏത് കാരണമാണ് നടക്കുന്നത്? NADP റിഡക്ടേസിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഒന്ന് NADP റിഡക്ടേസിന്റെ പ്രോസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നോൺ സൈക്ലിക് ETS കണ്ടിന്യൂസ്ലി നടത്താൻ പറ്റും. ആൻഡ് അതോടുകൂടെ തന്നെ പ്ലാസ്റ്റോക്വിനോൺ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് കാരണം നമുക്ക് ATP ഫൈനലി റിലീസ്ഡ് ആവാണ്. അപ്പോൾ ഇതിന് ആൻസർ എന്ത് വരും?
പ്രോട്ടോൺ ഗ്രേഡിയന്റ് കാരണമാണ് എനർജി റിക്വയർഡ് ഫോർ ATP സിന്തസിസ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗ്രേഡിയന്റ് ആയി. എങ്ങനെയാണ് നമുക്കറിയാം, ഇലക്ട്രോൺ ഗ്രേഡിയന്റ് നടക്കുമ്പോൾ അത് PS1ലും PS2ലും നടക്കുമ്പോൾ അവർ ഫൈനലി ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് അവര് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് ഫൈനലി ATP സിന്തസിലേക്ക് ഡയറക്ട്ലി ഇൻവോൾവ് അല്ല. പിന്നെ അവർ എന്തിന്റെ സിന്തസിലേക്കാണ് ഇൻവോൾവ്? ഇൻ ദി സിന്തസിസ് ഓഫ് NADPH. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്ത് ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫൈനലി ഇവിടെ വിസിബിളി ഒരു ATPയും ഉണ്ടാവുന്നില്ല. ഫൈനലി ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് ഉണ്ടാവുന്നത് NADPH ആണ്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ ഗ്രേഡിയന്റ് കാരണമാണ് ATP സിന്തസിസ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ സി വന്നിരിക്കുന്നത് റിഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. റിഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എപ്പോഴാണ് നമുക്ക് നടക്കുന്നത് നമുക്കറിയാം. എങ്ങനെയാണ്? ലൈറ്റ് റിയാക്ഷൻ അല്ല, ഡാർക്ക് റിയാക്ഷൻ ആണ് ആക്ച്വലി സിന്തസിസ് ഫേസ് ഉണ്ടാവുന്നത്. അതിലാണ് റിഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് ഈ റിഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസിന്റെ സമയത്ത് നമ്മൾ ആക്ച്വലി ഉണ്ടാക്കിയെടുക്കുന്ന ATPനെ കാട്ടിയും ബ്രേക്ക് ഡൗൺ ഓഫ് ATP ആണ് ഉണ്ടാവുന്നത്. ഡാർക്ക് റിയാക്ഷൻ റിക്വയർസ് ബ്രേക്ക് ഡൗൺ ഓഫ് ATP റാദർ ദാൻ സിന്തസിസ് ഓഫ് ATP. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും റിഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസിൽ എന്തായാലും സിന്തസിസ് ഓഫ് ATP എന്തായാലും ഉണ്ടാവുന്നില്ല. ഇനി നാലാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് എങ്ങനെയാണ്? ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആക്ച്വലി ATP സിന്തസിസ് കോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നടക്കുന്ന റിയാക്ഷൻ ഫോട്ടോസിന്തസിസ് അല്ല, ഗ്ലൈക്കോലിസിസ് ആണ്. ഗ്ലൈക്കോലിസിസിന്റെ സമയത്ത് ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ നടക്കുന്നു ആൻഡ് ഫൈനലി ATP is being synthesized. പക്ഷെ ഈ ATP സിന്തസിസിൽ നമുക്ക് PS2ന്റെ ഇൻവോൾവ്മെന്റ് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് കാരണമാണ് ഡയറക്ട്ലി ATP സിന്തസിസ് ഈ പ്രോസസ്സിൽ PS2 കാരണം നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഇതിന്റെ ആൻസർ എന്ത് വരും? എനർജി റിക്വയർഡ് ഫോർ ATP സിന്തസിസ് ഇൻ PS2 കംസ് ഫ്രം, അതിന്റെ ആൻസർ പ്രോട്ടോൺ ഗ്രേഡിയന്റ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് അല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തുകൊണ്ടല്ല? ഇലക്ട്രോൺ ഗ്രേഡിയന്റ് ഉണ്ടാകുമ്പോൾ ഡയറക്ട്ലി ATP സിന്തസിസ് അല്ല നടക്കുന്നത്. ഏതാണ് നടക്കുന്നത്? അവിടെ NADPH ആണ്, NADP+ ആണ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് NADPH ആവുന്നത്. അല്ലാണ്ട് ATPയുടെ വിസിബിൾ സിന്തസിസ് അവിടെ നടക്കുന്നില്ല. പിന്നെ റിഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബ്രേക്ക് ഡൗൺ ഓഫ് ATP ആണ് കാണാൻ പറ്റുന്നത് സിന്തസിസ് ഓഫ് ATP. ഇനി ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് എടുത്ത് നോക്കിയാൽ അത് ഗ്ലൈക്കോളിസിന്റെ സമയത്താണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അതിന് PS2 is not involved. ഇവിടെ ക്വസ്റ്റ്യൻ PS2 ATP സിന്തസിസിൽ PS2 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. PS2 not involved. അപ്പം ഇത്രയാണ് ആ ക്വസ്റ്റ്യന് ആൻസർ. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ് ദ ഫോളോയിങ് ആർ ഫോംഡ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് എൻ പ്രോഡക്ട്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ATP ആൻഡ് ഷുഗർ, സെക്കൻഡ് തന്നിരിക്കുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് ഷുഗർ, തേർഡ് തന്നിരിക്കുന്നത് ATP ഹൈഡ്രജൻ ഡോണർ ആൻഡ് ഓക്സിജൻ, നാലാമത്തത് ATP ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഡോണർ എന്നാണ് ആൻസറിൽ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? നമുക്കറിയാം തൈലഡ് കോയിഡിന്റെ ഉള്ളിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ആൻഡ് ലൈറ്റ് റിയാക്ഷൻ പേര് പോലെ തന്നെ അവര് ഡിപ്പെൻഡന്റ് ആണ് ലൈറ്റിന്റെ പ്രസൻസിലും. അപ്പോ ലൈറ്റിന്റെ പ്രസൻസിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം നോൺ സൈക്ലിക്കും സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഇൻവോൾവ് ആവുന്നു. അതിന്റെ റിയാക്ഷൻസും ഇലക്ട്രോൺ ട്രാൻസ്ഫറും കാര്യങ്ങളും നടക്കുന്നു. ആൻഡ് ഒന്ന് അവിടെ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ നമ്മളിപ്പോ ജസ്റ്റ് കണ്ടിരുന്നു. എങ്ങനെ PS2 ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ കണ്ടന്റിനെ റീസ്റ്റോർ ചെയ്യുന്നത്. അവിടെ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ നടക്കുന്നു. അതോടുകൂടെ തന്നെ എന്തും കൂടി നടക്കുന്നു? പ്രൊഡക്ഷൻ ഓഫ് അസിമിലേറ്ററി പവർ. പ്രൊഡക്ഷൻ ഓഫ് അസിമിലേറ്ററി പവർ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? പ്രൊഡക്ഷൻ ഓഫ് അസിമിലേറ്ററി പവർ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ഫേസസ് ഉണ്ട് ഫോട്ടോസിന്തസിസിൽ. അതിൽ സിന്തറ്റിക് ഫേസ്, അതായത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാക്കുന്ന ഫേസിൽ നമുക്ക് അസിമിലേറ്ററി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ചില റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ ലൈറ്റ് റിയാക്ഷനിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഈ അസിമിലേറ്ററി പവർ? ഒന്ന് NADPH, 2 ATP. ഇനി ഇവിടെ എന്താണ് നടക്കുന്നത്? നമുക്കറിയാം PS2 ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ നടക്കുന്നു. ആൻഡ് ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ നടക്കുമ്പോൾ ഇലക്ട്രോൺസ് ആർ റിലീസ്ഡ്. ഇനി ഇവിടുന്ന് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപോലെ നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കണ്ടതുപോലെ തന്നെ അവര് സീക്വൻസ് ഓഫ് കാരിയേഴ്സിന്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നു നമ്മുടെ ഇലക്ട്രോൺസിനെ. ഇനി ഫൈനലി ഇവര് സൈറ്റോക്രോം കോംപ്ലക്സിനെ പാസ് ചെയ്യുന്നു. ആൻഡ്
അവർ ഫൈനലി PS1 കൊടുക്കുന്നു. PS1 ഏറ്റവും ലാസ്റ്റ് NADP+ ഈ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്ത് NADPH ആവുന്നു. ഇത് ഇത്രയും PS2ലും PS1 നടക്കുന്ന Z സ്കീം. ഇനി സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അഗെയിൻ നമുക്കറിയാം സൈക്ലിക് ആയിട്ട് PS1 മാത്രം ഇൻവോൾവ് ആയിട്ട് അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെയിം പ്രോസസ്. ഇലക്ട്രോൺ പിക്ക് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഇസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ കാരിയർ ടു ദി അതർ. ആൻഡ് ഇവിടെ എൻഡിൽ നമുക്ക് എന്ത് കിട്ടി? NADPHഉം H+ ആണ് ഫൈനലി കിട്ടിയത്. അപ്പോൾ ഇത്രയും ലൈറ്റ് റിയാക്ഷൻ എവിടെയൊക്കെയാണ് നടക്കുന്നത്? ഫോട്ടോലിസിസ് ഓഫ് വാട്ടറും അസിമുലേറ്റഡ് പവർ സിന്തസിസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഇനി ഓപ്ഷൻസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ്, ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം ATP എന്തായാലും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ATP ഈസ് ബീങ് സിന്തസൈസ് ഉള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. അപ്പോൾ ATP ഉണ്ടാവുന്നുണ്ട്. ഇനി സെക്കൻഡ് തിങ്, ഷുഗർ ആണ് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ലൈറ്റ് റിയാക്ഷന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഷുഗർ എന്തായാലും ഉണ്ടാവുന്നില്ല, സിന്തസൈസ്ഡ് ആവുന്നില്ല, നമുക്ക് ഉറപ്പാണ്. കാരണം എന്താ? ഡാർക്ക് റിയാക്ഷൻ ആണ് ഷുഗറിന്റെ കാര്യങ്ങളുടെ ഒക്കെ സിന്തസിസ് നടക്കുന്നത്. ലൈറ്റ് റിയാക്ഷൻ എങ്കിൽ ഷുഗർ എന്തായാലും ഇല്ല. അപ്പൊ ആ രണ്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ റൂൾ ഔട്ട് ചെയ്യാം. ഇനി തേർഡ് തിങ് എന്ന് പറയുന്നത് ATP കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹൈഡ്രജൻ ഡോണർ എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഹൈഡ്രജൻ ഡോണർ എന്ന് പറയുന്ന സാധനം അതെങ്ങനെയാണ്? അതിവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഡോണർ സിന്തസിസും, ഹൈഡ്രജൻ ഡോണർ ആയിട്ട് ഇവിടെ നമുക്ക് ആരെയാണ് കാണാൻ പറ്റുന്നത്? NADPH ഇവിടെ ഉണ്ടാവുന്നുണ്ട് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട്. അപ്പൊ ഹൈഡ്രജൻ ഡോണറും ഉണ്ടാവാൻ നമുക്ക് പറയാൻ പറ്റും. പിന്നെ തന്നിരിക്കുന്നത് എന്താ? ഓക്സിജൻ. നമുക്കറിയാം ഓക്സിജൻ ഇസ് ഇവോൾവ്ഡ് ബൈ ദി ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ. അപ്പൊ ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാൻ പറ്റും. ഇനി ഓക്സിജൻ ഡോണർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്സിജൻ ഡോണർ ആയിട്ട് നമുക്ക് ഇവിടെ ആക്ച്വലി ഈ ഹോൾ പ്രോസസ്സിൽ നമുക്ക് ആരെയും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഓക്സിജൻ ഡോണർ എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ബീങ് ATP, ഹൈഡ്രജൻ ഡോണർ ആൻഡ് ഓക്സിജൻ. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ATP എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നു. അത് ഓവർകം ചെയ്യാൻ വേണ്ടി ATP സിന്തേസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ATP മോളിക്യൂൾസ് ആർ ഫൈനലി ഫോംഡ്. ഇനി ഹൈഡ്രജൻ ഡോണർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, ഇലക്ട്രോൺ ഗ്രേഡിയന്റ് കാരണം ഫൈനലി ഉണ്ടാവുന്ന ഹൈഡ്രജൻ ഡോണർ ഉണ്ട്. ഇനി ഓക്സിജൻ PS2 വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിനുള്ളിൽ നടക്കുന്ന വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ കാരണം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ATP, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇനി ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രോസസ് എന്താണ്? സിന്തസിസ് ഓഫ് കെമിക്കൽ എനർജി ആണ്. കെമിക്കൽ എനർജി സിന്തസിസ് നടത്തണമെങ്കിൽ അതെങ്ങനെയാണ്? മെയിൻലി ATPയും NADPHഉം ആയിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. ആൻഡ് ഇത് തൈലക് ഓയിലാണ് നടക്കുന്നത്. ഇറ്റ് ഇസ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അതായത് ലൈറ്റിൽ ഡിപ്പെൻഡന്റ് ആണ്. ഇതില് ഈ ഹോൾ റിയാക്ഷനിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് നമുക്ക് എന്താ? അതിൽ H+ഉം ഓക്സിജനും ഇലക്ട്രോൺസും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഫൈനൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ATP ഉണ്ടാവുന്നുണ്ട്, NADPH ഉണ്ടാവുന്നുണ്ട്, ഹൈഡ്രജൻ ഉണ്ടാവുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓപ്ഷൻ വന്നാൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ടിക്ക് ഇടാൻ പറ്റും. നമ്മൾ 7th വേർഷൻ വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 8th വേർഷൻ തൊട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് നമുക്ക് ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ഡിസ്കഷന്റെ ഫസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് ഓൾഡ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ MCQ 7th വേർഷൻ വരെ ഡിസ്കസ് ചെയ്തു. താങ്ക് യു.